ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള റാഗി മുദ്ദയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അടികട്ടിയുള്ള പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കാം. 2 കപ്പ് വേണം, അതിൽ 1.5 കപ്പ് പാത്രത്തിലേക്ക് ഒഴിക്കാം. ബാക്കി 1/2 കപ്പിലേക്ക് 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ഇട്ട് കട്ടകളില്ലാതെ ഇളക്കി ഉടച്ച് ഈ വെള്ളത്തിലേക്ക് തന്നെ ഒഴിക്കാം. കൂടെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓണാക്കി ഇളക്കി കൊടുക്കാം. ഉപ്പ് വേണമെന്നില്ല ശരിക്കും, പക്ഷേ കുറച്ച് ചേർക്കുന്നതല്ലേ നല്ലേ. അതുപോലെ വെള്ളത്തിലേക്ക് തന്നെ പൊടിയിട്ട് കലക്കിയെടുക്കാം. പക്ഷെ കുറച്ച് വെള്ളത്തിൽ കലക്കിയാൽ കട്ട ഉടഞ്ഞിട്ടാൽ എളുപ്പമല്ലേ, അതാ അങ്ങനെ ചെയ്തേ. ഇനി ഇതേപോലെ തിളയ്ക്കാൻ തുടങ്ങൂലേ, അന്നേരം തീ ഏറ്റവും കുറച്ച് വെച്ച് റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 കപ്പ് പൊടിയാണ് ഇത്, 125 ഗ്രാം ഉണ്ട്. വെതറി ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ഈ 1 കപ്പ് പൊടി കൂടാതെ തന്നെ 2 ടേബിൾ സ്പൂൺ പൊടി വേറെ തന്നെ കലക്കി ഒഴിച്ചു കൊടുത്തിരുന്നേ. ഇനി ഇത് ഇപ്പം തന്നെ തിരക്ക് പിടിച്ച് ഇളക്കണ്ട, 2-3 മിനിറ്റ് ഒന്ന് കഴിയട്ടെ. പൊടി വെള്ളത്തിൽ കുതിർന്നോളും. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം നനയാതിരിക്കുന്ന പൊടി മാത്രം പതുക്കെ ഒന്ന് വെള്ളത്തിലേക്ക് മുക്കി കൊടുക്കാം. ഏതാണ്ട് എല്ലാ പൊടിയും നനഞ്ഞാൽ പിന്നെ വേഗം ഇളക്കി കൊടുക്കാം. തീ കുറഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. നനയാത്ത പൊടി ഉണ്ടെങ്കിൽ മുദ്ദക്കോല് കൊണ്ട് അല്ലെങ്കിൽ സാധാരണ തവി വെച്ച് തന്നെ ഇളക്കി കൊടുക്കണം. ഇനി ഈ ഒരു തവി ഇവിടെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ടിത് അടച്ചു വെച്ച് ചെറിയ തീയിൽ തന്നെ 3-4 മിനിറ്റും കൂടെ വെക്കാം. ഇനി തുറന്ന് ഒന്നും കൂടി ഇളക്കിയെടുക്കാം. അതുപോലെ കൈയൊന്ന് വെള്ളം തടവി ഇതിൽ തൊട്ട് നോക്കുമ്പം ഒട്ടാത്തൊരു പാകം ഉണ്ടല്ലോ, അതുവരെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. ഒട്ടിപ്പിടിക്കാത്ത പാത്രമാണെങ്കിൽ മാവ് ഒട്ടും വേസ്റ്റ് ആകൂലേ, അല്ലെങ്കിൽ അടികട്ടിയുള്ള പാത്രം എടുത്താൽ മതി. ഇനി ഇത് ചൂടോടെ തന്നെ ഉരുട്ടിയെടുക്കണം. ഇത്രയും മാവിൽ നിന്ന് 2 വലിയ മുദ്ദ ഉണ്ടാക്കാം. കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്നൊരു ചൂടാണെങ്കിൽ കൈ വെള്ളത്തിലൊന്ന് മുക്കി പെട്ടെന്ന് ഉരുട്ടിയെടുത്താൽ മതി. അല്ലെങ്കിൽ ചെറിയ ബൗളിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉരുണ്ട് കിട്ടും. അതും അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റിൻ്റെ ബാക്ക് ഭാഗത്ത് നെയ്യൊന്ന് തടവി അതിൻ്റെ മുകളിൽ വെച്ച് കൈ കൊണ്ട് ഉരുട്ടിയെടുത്താൽ മതി. ചൂടുള്ളപ്പോൾ വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ. ഇനി ഇതുണ്ടാക്കിയിട്ട് ചൂടോടുകൂടി തന്നെ നല്ല ചാറുള്ള കറി കൂട്ടി കഴിക്കാം. പാല്യം ബസാറുമാണ് ഇതിൻ്റെ കൂടെ പോകുന്ന ഏറ്റവും നല്ല കോംബോ. പിന്നെ നല്ല ചാറുള്ള മട്ടൻ കറിയും ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം. റാഗി വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്.